അപ്പോൾ ഇതാ വീട്ടിലുള്ള 2 ചേരുവ വെച്ച് ഒരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഇതിന്റെ പേര് വരുന്നത് കൈവീശൽ എന്നാണ്. ഓരോ നാട്ടിലും ഓരോ പേരാ പറയാ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് കൈവീശൽ എന്നാ പറയല്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാനിതാ 1 ഗ്ലാസ് മൈദയും 2 മുട്ടയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലാസ്സിൽ മൈദ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അളവും കാര്യവും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതാ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. മധുരം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ മധുരം കൂടുതൽ ഇട്ട് കൊടുക്കാം. അതല്ല കുറവ് മതിയെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര പൊടിക്കുകയൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ശേഷം ഇതാ കുറച്ച് ഏലക്കായ് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു വിസ്കോ സ്പൂണോ ഇനി അതല്ല കൈവച്ച് വേണമെങ്കിൽ നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദ കുറച്ച് കുറച്ചായി ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ചായി മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ, എന്നാലേ നന്നായി മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് നമ്മൾ കൈവീശിൽ ചുടാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ടയിലോ ലിക്വിഡിന്റെ കുപ്പിയിലോ അതിലെന്തിൽ വേണമെങ്കിലും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഇതാ നമ്മളിവിടെ ഗ്യാസിൽ എണ്ണ വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണ ചൂടായതിന് ശേഷം ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ടയോ ലിക്വിഡിന്റെ കുപ്പിയിലോ ഈ മിക്സ് ചേർത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചുട്ടെടുക്കാവുന്നതാണ്. ആദ്യം ഒന്ന് എണ്ണ ചൂടായോ നോക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണയൊക്കെ ചൂടായപ്പോൾ ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു കുറച്ച് വലിയൊരു പാത്രത്തിലാണെങ്കിൽ നന്നായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചത് മതിയായി എന്ന് തോന്നുമ്പോൾ അവിടെ നമ്മൾ വിരൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായി കിട്ടും കേട്ടോ. ഇത് കുക്കായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവും. ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും ഇത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ചുറ്റി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ച് ബാക്കിയുള്ള കൈവീശൽ കൂടി നമ്മളിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല രീതിയിൽ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഈസി ആണെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാധനമാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ റൗണ്ടാണിത്. കൈവീശലെല്ലാം ചുട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.